നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീട്ടിലിപ്പോ ഉള്ളവരെല്ലാം നമ്മുടെ ബന്ധുക്കളാ. ദേ ഇവരെ ഒഴിച്ച്. എനിക്കിവരെ സംശയമുണ്ട്. ആവശ്യമില്ലാത്ത എളിമയൊക്കെ കാണിച്ച് അമ്മാവനെ മയക്കി കൈ കിട്ടുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവാനാ ഇവരുടെ ഉദ്ദേശമെന്ന് ഇവരുടെ മുഖത്തെ കള്ള ലക്ഷണം കണ്ടാ അറിയാം. അത് രാജുവിന്റെ കുടുംബം. രാജുവിന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ അച്ഛനമ്മമാരെ പോലെയാ. സംസാരിക്കുന്നത് സൂക്ഷിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ദിവകെ, മോതിരങ്ങൾ കാണാനില്ലെന്ന് വെച്ച് ഒന്നും ചിന്തിക്കാതെ രാജുവിന്റെ കുടുംബത്തിന് മേലിൽ അതിന്റെ പഴി നീ ചുമത്താൻ ശ്രമിക്കുന്നത് അത് ഒട്ടും ശരിയായ പ്രവൃത്തിയല്ല. ദീപക് സാറേ, എന്തിനാ സാറേ ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ ശത്രുക്കളെ പോലെ കാണുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വാക്ക് ഞങ്ങൾ ചോദിച്ചാ വർമ്മ സാർ ഞങ്ങൾക്ക് സാധിച്ചു തരും. ആ വർമ്മ സാറിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കേണ്ട എന്താവശ്യം ഞങ്ങൾക്കുള്ളത്? പട്ടിണി കിടന്നുണ്ട് സാറേ ഒരുപാട്. പക്ഷെ അന്നും ഒരിറ്റ കഞ്ഞിക്ക് വേണ്ടി ആരുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടിയിട്ടില്ല. കാണാതെ പോയ മോതിരം എപ്പോഴെങ്കിലും ഈ വീട്ടിൽ നിന്ന് തിരികെ കിട്ടും. പക്ഷെ സാറി പറഞ്ഞ ആരോപണം കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായ അപമാനം ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകില്ല. വിഷമമുണ്ട് സാറേ, ഒരുപാട് വിഷമമുണ്ട്. പ്രതികമോളുടെ നിശ്ചയത്തിന് വരാൻ ക്ഷണിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ പേടിച്ചതാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാറ് ഞങ്ങളെ വിഷമിപ്പിക്കുമെന്ന്. എന്നാലും ഋതികമോളുടെ നിശ്ചയമോതിരം ഞങ്ങൾ എടുത്തുവെന്ന് സാറ് പറഞ്ഞു കളഞ്ഞല്ലോ. മതി മതി, നാടകമൊക്കെ നിർത്തി നിങ്ങളുടെ മകളുടെ ഹാൻഡ് ബാഗ് ഇതാ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ദീപക്, എന്താ നീ ചെയ്യുന്നേ? ശ്രീ എന്റെ ഫ്രണ്ടാ. അവളെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിനക്ക് ഒരു വലിയ സത്യവാന്മാരും സത്യവതികളൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, മോതിരെടുത്തത് ഇവരാ. അവള് തന്നെയാ മോതിരെടുത്തെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ ഋതുമോളെ? അതല്ലേ നീ അവളുടെ ബാഗ് ചെക്ക് ചെയ്യാൻ ദീപകിന് സമ്മതിക്കാത്തത്? കള്ളി വെളിച്ചത്ത് വരൂന്ന് വന്നപ്പോ അടവെടുക്കല്ലേ ഋതുമോളെ? ചേച്ചി പ്ലീസ് മതി. വേണ്ട വർമ്മ സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.